നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ കൂട്ടാത്മഹത്യകൾ പെരുകുന്നു. ഇന്നലെയും ഇന്നുമെല്ലാം കൂട്ടമരണത്തിൻ്റെ വാർത്തകളാണ് നമുക്ക് മുന്നിലെത്തുന്നത്. ഇപ്പോൾ മട്ടന്നൂർ കടോളിപ്പുറത്ത് ദമ്പതികളെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ വാർത്ത വന്നിട്ടുണ്ട്. ഗോകുലം വീട്ടിൽ ബാബു എന്ന 58 വയസ്സുകാരനും ഭാര്യ സജിത 55 വയസ്സ് ഉള്ള സ്ത്രീയുമാണ് ഉച്ചയ്ക്ക് 12 മണിയോടെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബാബുവിനെ കിടപ്പുമുറിയിലും സജിതയെ ഹാളിലെ ഫാനിലുമാണ് തൂങ്ങിയ നിലയിൽ കണ്ടത്. സജിത ഫാനിൽ തൂങ്ങാൻ കയറിയ കസേരയും മറ്റും കാണാനില്ല. സംഭവസ്ഥലത്ത് ബാബുവും സജിതയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. മകൾ ഭർത്താവിൻ്റെ വീട്ടിലും മകൻ ഭാര്യ വീട്ടിലും പോയിരുന്നു. ഉച്ചയായിട്ടും വീട് തുറക്കാത്തതിനാൽ അയൽവാസികൾ മകൻ സുബിജിത്തിനെ വിവരമറിയിച്ചു. മകൻ മറ്റൊരു താക്കോൽ ഉപയോഗിച്ച് വാതിൽ തുറന്നപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടത്. മട്ടന്നൂർ SI CP ലിനേഷിൻ്റെ നേതൃത്വത്തിൽ പോലീസും കണ്ണൂരിൽ നിന്ന് ഫോറൻസിക് വിഭാഗവും വീട്ടിലെത്തി പരിശോധന നടത്തി. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം ഉണ്ടായിട്ടുള്ളത്. വിദേശത്തായിരുന്ന ബാബു 10 വർഷം മുമ്പാണ് നാട്ടിലെത്തിയത്. 10 വർഷം പ്രവാസിയായിരുന്നു. പലിശ അടക്കം 25 ലക്ഷത്തോളം രൂപ പക്ഷേ ബാങ്കിൽ അടയ്ക്കാനുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ മനപ്രയാസത്തിലായിരുന്നു ബാബു എന്ന് പറയുന്നു. നാട്ടുകാരാണ് ഈ വിവരം പറഞ്ഞത്. ജിബിഷയാണ് മകൾ. കണ്ണൂരിൽ നിന്ന് ഫോറൻസിക് വിഭാഗവും മറ്റും വീട്ടിലെത്തി പരിശോധിച്ചിരുന്നു. മറ്റ് കാരണങ്ങളൊന്നും തന്നെ കാണാനില്ല. അതുകൊണ്ട് തന്നെ ആത്മഹത്യയായിരിക്കാമെന്ന് തന്നെയാണ് പ്രാഥമിക നിഗമനം ഉണ്ടായിട്ടുള്ളത്. കാരണം ഈ കടം വീട്ടാനുള്ള ബുദ്ധിമുട്ട് കാരണമുണ്ടായ മനപ്രയാസം കൊണ്ടാണ് ഭാര്യയും ഭർത്താവും ജീവൻ ഒടുക്കിയത് എന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ആത്മഹത്യ നടന്നത് ആലപ്പുഴയിലാണ്. ആലപ്പുഴയിൽ യുവാവും വിദ്യാർത്ഥിനിയും ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ച വാർത്ത ഇന്നലെ വന്നിരുന്നു. ചെറുതന സ്വദേശി ശ്രീജിത്ത് ആയിരുന്നു. 40 വയസ്സായിരുന്നു. പള്ളിപ്പാട് സ്വദേശിനിയായ 17 വയസ്സുകാരിയായ വിദ്യാർത്ഥിനിയാണ് ട്രെയിന് മുന്നിൽ ചാടി മരിച്ചത്. ആലപ്പുഴ കരുവാറ്റയിൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവമുണ്ടായത്. കൊച്ചുവേളി അമൃത്സർ എക്സ്പ്രസിന് മുന്നിലേക്കാണ് രണ്ടുപേരും എടുത്തു ചാടിയത്. ട്രെയിനിടിച്ച് മൃതദേഹങ്ങൾ ചിന്നിച്ചിതറിയ നിലയിലാണ് ലഭിച്ചത്. ബൈക്ക് റോഡിൽ നിർത്തിയിട്ട ശേഷം നടന്നാണ് രണ്ടുപേരും കരുവാറ്റ ഹാൾട്ട് സ്റ്റേഷനിൽ എത്തുന്നത്. അതിനുശേഷം റെയിൽവേ ട്രാക്കിന് സമീപം എത്തി ട്രെയിനിന് മുന്നിലേക്ക് ചാടുകയായിരുന്നുവെന്നാണ് പറയുന്നത്. സംഭവത്തെ തുടർന്ന് കൊച്ചുവേളി അമൃത്സർ എക്സ്പ്രസിന് പിന്നാലെ എത്തിയ തിരുവനന്തപുരം മുംബൈ LTT നേത്രാവതി എക്സ്പ്രസ് അരമണിക്കൂറോളം കരുവാറ്റയിൽ പിടിച്ചിട്ടിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇത്തരം ആത്മഹത്യയും വന്നിരിക്കുന്നു. അതേസമയം ശ്രീജിത്തും വിദ്യാർത്ഥിനിയും തമ്മിലുള്ള ബന്ധമോ ആത്മഹത്യയ്ക്കുള്ള കാരണമോ ഒന്നും തന്നെ ഇതുവരെ വ്യക്തമല്ല. കാരണം 40 വയസ്സുണ്ട് ശ്രീജിത്തിന്, 17 വയസ്സേ വിദ്യാർത്ഥിനിക്കുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ മരിച്ചത്, പ്രേമമായിരുന്നോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും വ്യക്തമായ അറിവുകൾ ലഭിച്ചിട്ടില്ല. ഇരുവരുടെയും മൃതദേഹങ്ങൾ പോലീസ് എത്തി ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. സംഭവത്തിൽ ഹരിപ്പാട് പോലീസ് അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിട്ടുള്ളത്. മരണകാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല. അതുപോലെ തന്നെ മറ്റൊരു വാർത്ത വരുന്നത് വക്കത്തു നിന്നാണ്. തിരുവനന്തപുരം വക്കത്തു നിന്നാണ് ഒരു വാർത്ത വരുന്നത്. വക്കത്ത് ഒരു കുടുംബത്തിലെ 4 പേർ ഒരുമിച്ച് ജീവൻ ഒടുക്കിയ നിലയിൽ കണ്ടെത്തിയിരുന്നു. ഫാർമേഴ്സ് സഹകരണ ബാങ്ക് ജീവനക്കാരൻ അനിൽകുമാറിനെയും കുടുംബത്തെയുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അനിൽകുമാർ 55 വയസ്സ്, ഭാര്യ ഷീജ 50 വയസ്സ്, മക്കളായ അശ്വിൻ 25 വയസ്സ്, ആകാശ് 22 വയസ്സ് എന്നിവരാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും അധികം പ്രായമായിട്ടില്ല. 55 വയസ്സും 50 വയസ്സുമേ ആയിട്ടുള്ളൂ. എന്ന് മാത്രമല്ല മക്കളാണെങ്കിൽ 25 വയസ്സും 22 വയസ്സായ 2 ആൺമക്കളുമുണ്ട്. പിന്നെ എന്തിനാണ് ഇവർ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത് എന്നുള്ള കാര്യമാണ് പറയേണ്ടത്. കടബാധ്യതയാണ് മരണത്തിന് കാരണം എന്ന് പറയുന്നു. പക്ഷേ അച്ഛനും അമ്മയും തന്നെ പ്രായം കുറഞ്ഞവരാണ്. ഒപ്പം തന്നെ 25ഉം 22ഉം വയസ്സായ ആൺമക്കൾ കൂടിയുള്ളപ്പോൾ ഇവർക്കെല്ലാം ശ്രമിച്ചു കഴിഞ്ഞാൽ ഏത് കടവും വീട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു കാര്യം അവർ തിരഞ്ഞെടുത്തത്, ഇങ്ങനെ ഒരു മരണം അവർ തിരഞ്ഞെടുത്തത് എന്നുള്ളത് സംശയമായി തന്നെ നിൽക്കുന്നു. വെളിവിലാകം ക്ഷേത്രത്തിന് സമീപത്തുള്ള വീട്ടിലാണ് രാവിലെ 9 മണിയോടെ അയൽക്കാർ ഇവരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം വീട്ടിലാരും ഉണ്ടായിരുന്നില്ല എന്നും ഇന്ന് വന്ന് നോക്കിയപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടതെന്നും പറയുന്നു. കടയ്ക്കാവൂർ പോലീസ് എത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. അപ്പോൾ ഇങ്ങനെ തുടരെ ഈ ആത്മഹത്യ ചെയ്തിട്ടുള്ള വാർത്തകൾ കേൾക്കുന്നു. ആത്മഹത്യ പക്ഷേ ഒന്നിനും പരിഹാരമല്ല. മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുക. മരണത്തിൻ്റെ ഒരു വക്കിലെത്തി നിൽക്കുമ്പോൾ, എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് അത്രയും വലിയ ബുദ്ധിമുട്ട് വരുമ്പോൾ മരിച്ചാൽ മതി എന്ന് ഒരുപക്ഷെ ചിന്തിച്ചേക്കാം. പക്ഷേ അങ്ങനെയുള്ള സമയം വരുമ്പോൾ തന്നെയും ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലല്ലോ. മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം നമുക്ക് തേടാവുന്നതാണ്. അതിജീവിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഏത് കഷ്ടകാലത്തിനെയും അതിജീവിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിനായി ഹെൽപ്പ് ലൈൻ നമ്പറുകളുണ്ട്. 1056 0471 255 2056 എന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ
നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിനെ അതിജീവിക്കാൻ സഹായിക്കുന്നതെന്നുള്ള മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ എന്തായാലും ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്നുള്ളത് തീർച്ചയായും മനസ്സിലാക്കുക. ഒരിക്കലും ഇത്തരം ചെയ്തികളിലേക്ക് പോകാതിരിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.